മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബോൺസിൽ തന്നെ വെർട്ടിബിൾ കോളം അല്ലെങ്കിൽ സ്പൈനൽ കോളം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്പൈനൽ കോളം അല്ലെങ്കിൽ വെർട്ടിബിൾ കോളം അല്ലെങ്കിൽ സ്പൈൻ എന്ന് നമ്മൾ പറയുന്ന ബോൺസ് എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോൺസിൽ പെടുന്നതാണ്. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറേയൊക്കെ താങ്ങുകയും അത് നമ്മുടെ ഹിപ്പ് ബോണിലേക്ക് പെൽവിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ബോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു പിക്ചർ വെച്ചിട്ട് ഈ വെർട്ടിബിൾ കോളം അതിൻ്റെ ഡിവിഷൻസും അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, അതുപോലെ അതിലെ ബോൺസിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊരു പിക്ചർ കണ്ടുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ വെർട്ടിബിൾ കോളത്തിൻ്റെ പിക്ചർ കണ്ടിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ 5 ഡിവിഷൻസ് കാണാം, വെർട്ടിബിൾ കോളത്തിൻ്റെ ഡിവിഷൻസ്. അതായത് വെർട്ടിബിൾ കോളം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോണി കോളമാണ്, ബോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കോളം. വെർട്ടിബിൾ കോളത്തിനെ നമുക്ക് സ്പൈൻ എന്നും അല്ലെങ്കിൽ സ്പൈനൽ കോളം എന്നൊക്കെ പറയാറുണ്ട്. സ്പൈൻ എന്നാണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയുക, അല്ലാതെ സ്പൈനൽ കോളം, വെർട്ടിബിൾ കോളം ഇതൊക്കെയാണ് ഇതിൻ്റെ പേര്. നമ്മൾ നട്ടെല്ലെന്ന് മലയാളത്തിലും പറയും. സോ ഈ വെർട്ടിബിൾ കോളം എന്ന പറയുന്ന സ്ട്രക്ചർ ശരിക്കും ഒരു കോളം എന്ന് പറയാൻ എന്താണ് കാരണം? കോളം എന്ന് പറഞ്ഞാൽ ഒരു അടുക്ക് എന്ന് പറയില്ല, നമ്മൾ മലയാളത്തിൽ ഒരു അടുക്ക് എന്ന് പറയും. അതായത് കുറേ അധികം ഇങ്ങനെ ചെറിയ ചെറിയ ബോണുകൾ, ഓരോ സിംഗിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ബോൺസ്, വെർട്ടിബ്രകൾ എന്ന് പറയുന്ന ബോൺസ് ഒന്നിനു മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു കോളം. അപ്പോൾ അവരുടെ വെർട്ടിബ്രകളുടെ ഒരു അടുക്ക്, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ബോണും ഓരോ സിംഗിൾ വെർട്ടിബ്രയാണ് ഒന്നിനു മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ഈ വെർട്ടിബ്രകളുടെ ഒരു കോളത്തിനെയാണ് നമ്മൾ സ്പൈനൽ കോളം അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ സ്പൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടുന്ന് എവിടെ വരെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ഈ പാർട്സിലേക്കൊക്കെ വരാം. ഇത് തുടങ്ങുന്നത് നമ്മുടെ സ്കൾ ബോണിൻ്റെ അടിയിൽ നിന്നാണ്. നിങ്ങൾക്കിവിടെ ബ്രെയിനൊക്കെ കാണാം. സോ ബ്രെയിനിൻ്റെ ഈ അടിഭാഗം, നമ്മുടെ ബേസ് ഓഫ് സ്കൾ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രേനിയൽ ബോൺസ് ഒക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ ആ ബേസ് ഓഫ് ദ സ്കൾ, അതായത് ഇപ്പോൾ സ്ഫിനോയിഡ് ബോൺ ഉണ്ട്, ഇവിടെ ഓക്സിപിറ്റൽ ബോൺ ഉണ്ട്. നമുക്കറിയാലോ ഫൊറാമൻ മാഗ്നത്തിൽ കൂടിയാണ് സ്പൈനൽ കോഡ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഈ സ്കളിൻ്റെ ബേസ്, സ്കളിൻ്റെ ഒരു ഇൻഫീരിയർ പാർട്ടിലിൻ്റെ അവിടെ നിന്നാണ് ശരിക്കും വെർട്ടിബിൾ കോളം തുടങ്ങുക. അപ്പോൾ അങ്ങനെ സ്കളിൻ്റെ താഴെ നമ്മുടെ ഓക്സിപിറ്റൽ ബോണിൻ്റെയൊക്കെ അവിടെയായിട്ട് സ്കളിൻ്റെ ഏറ്റവും പിറകു ഭാഗത്ത് താഴെയുമായിട്ട് തുടങ്ങി അവിടുന്ന് ഈ ടെയിൽ ബോൺ അല്ലെങ്കിൽ കോക്സിക്സ് എന്ന് പറയുന്ന, ഇതിൻ്റെ പേര് കോക്സിക്സ് എന്നാണ്, ടെയിൽ ബോൺ എന്ന് പറയും. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മുടെ വെർട്ടിബിൾ കോളത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഫ്രം ദ ലോവർ ആസ്പെക്റ്റ് ഓഫ് ദ സ്കൾ, അല്ലെങ്കിൽ ഒരു ബാക്ക് പാർട്ട് ഓഫ് ദ സ്കൾ തൊട്ട് താഴെ ടെയിൽ ബോൺ അല്ലെങ്കിൽ കോക്സിക്സ് വരെ നീളുന്ന വെർട്ടിബ്രകളുടെ ഒരു കോളം, ഒരു അടുക്ക്, ഇതാണ് നമ്മൾ വെർട്ടിബിൾ കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഹോൾ വെർട്ടിബിൾ കോളത്തിനെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ കോക്സിക്സ് വരെ, ടെയിൽ ബോൺ വരെ വരുന്ന ഈ കോളത്തിനെ, വെർട്ടിബിൾ കോളത്തിനെ നമുക്ക് ഒരു 5 ഭാഗങ്ങളായിട്ട്, 5 ഡിവിഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഫസ്റ്റ് ഒരു 7 വെർട്ടിബ്രകൾ, ഇനി അതുകൂടി പറഞ്ഞേക്കാം, ആകെ നമുക്ക് ഒരു 33 വെർട്ടിബ്രകളാണ് ഈ കോളത്തിലുണ്ട്. 33 വെർട്ടിബ്രകൾ. അപ്പോൾ ആ 33 വെർട്ടിബ്രകളാണ് നമ്മളിവിടെ ഈ 5 സെഗ്മെൻറ്റുകളായിട്ട്, 5 ഡിവിഷൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 33 എണ്ണത്തിൽ ആദ്യത്തെ 7 വെർട്ടിബ്രകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം, C1, C2, C3, C4, C5, C6 ആൻഡ് C7. അപ്പോൾ ഇത്രയും വെർട്ടിബ്രകളാണ് നമ്മൾ സെർവൈക്കൽ വെർട്ടിബ്രകൾ എന്ന് പറയും. കാരണം ഈ സെർവൈക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം നെക്കിൻ്റെ, അല്ലെങ്കിൽ പെർറ്റെയിനിങ് ടു, റിലേറ്റഡ് ടു നെക്ക് എന്ന അർത്ഥം വരുന്ന വാക്കാണ് സെർവൈക്കൽ. സെർവിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നെക്ക് എന്നാണ് അർത്ഥം. നമ്മുടെ ബോഡിയുടെ നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന വെർട്ടിബ്രകളെയാണ് സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയുക. ഇവരാണ് ഫസ്റ്റ് സെഗ്മെൻ്റ് ആയിട്ട് വരിക. അവർ എത്ര വെർട്ടിബ്രകളുണ്ട് ഈ സെർവൈക്കൽ സെഗ്മെൻറ്റ് ഓഫ് നമ്മുടെ സ്പൈനൽ കോളത്തിൽ? 7 വെർട്ടിബ്രകൾ. അപ്പോൾ അവരൊക്കെ നമ്മൾ സെർവൈക്കൽ എന്ന ഒരു വേർഡിൻ്റെ ഒരു സിമ്പലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അതിൻ്റെ ഒരു ഷോർട്ട് ഫോം C. ഓക്കെ, അപ്പോൾ ഇവരെ നമ്മൾ വിളിക്കുക C1 തൊട്ട് C7 വരെയാണ്. ഇപ്പോൾ നമുക്ക് 4ാമത്തെ സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് C4 എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 7 വെർട്ടിബ്രകളാണ്
ഫസ്റ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ സെർവൈക്കൽ അല്ലെങ്കിൽ നെക്കിൻ്റെ ഭാഗത്ത് വരുന്നത്. ഓക്കെ, C1 തൊട്ട് C7. ഇതിൽ ആദ്യത്തെ 2 വെർട്ടിബ്രകൾ, അതായത് C1ഉം C2 ആണ് ഏറ്റവും നമ്മുടെ വെർട്ടിബിൾ കോളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വെർട്ടിബ്രകൾ. അപ്പോൾ ഇവർക്ക് പേര് തന്നെയുണ്ട്. ശരിക്കും C1, അതായത് ഏറ്റവും മുകളിലുള്ള വെർട്ടിബ്ര, അതാണ് നമ്മൾ അറ്റ്ലസ് എന്ന് പറയും. രണ്ടാമത്തെ വെർട്ടിബ്രയുടെ പേരാണ് ആക്സിസ്. അപ്പം അങ്ങനെ ഈ C1നും C2നും ഈ പറഞ്ഞ പേര് കൂടാതെ, ഈ നമ്പർ കൂടാതെ ഒരു പേര് കൂടിയുണ്ട്. C1 ഇസ് കോൾഡ് അറ്റ്ലസ്, അതുപോലെ C2വിൻ്റെ പേര് ആക്സിസ്. അപ്പം അങ്ങനെ ബാക്കി ആർക്കും പേരില്ല, നമ്മൾ നമ്പർ തന്നെയാണ് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യത്തെ സെഗ്മെൻറ്റ് സെർവൈക്കൽ. എന്തുകൊണ്ടാണ് സെർവൈക്കൽ എന്ന് പറയുന്നത്? നെക്കിൻ്റെ വെർട്ടിബ്രകളായതുകൊണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഇതാണ് ഒരു ലോങ്ങസ്റ്റ് ഡിവിഷൻ എന്ന് പറയാം. ബാക്കിയെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ഡിവിഷനാണ് ഇതായി കാണുന്ന തൊറാസിക് വെർട്ടിബ്രേ. കാരണം ഇവർ 12 വെർട്ടിബ്രകളുണ്ട്. ഉണ്ടോ? T1 തൊട്ട് T12 വരെ നീളുന്ന ഒരു 12 വെർട്ടിബ്രകളെയാണ് നമ്മൾ എന്ത് പറയുക, തൊറാസിക് വെർട്ടിബ്രേ. അവരാണ് ശരിക്കും രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ വരുന്നതും ഏറ്റവും ലോങ്ങസ്റ്റ് സെഗ്മെൻ്റ് ആയിട്ട് വരുന്നതും. അപ്പോൾ ഇവരുടെ സിമ്പിൾ T ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക, തൊറാസിക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ. ഇതല്ലാതെ ചിലപ്പോൾ നമ്മൾ ഡോഴ്സൽ എന്ന് പറയുന്ന അർത്ഥത്തിൽ, ഡോഴ്സൽ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നാണ് അർത്ഥം, പോസ്റ്റീരിയർ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചില ടെക്സ്റ്റിലൊക്കെ നമ്മൾ ഡിയും കാണാറുണ്ട്, D1 തൊട്ട് D12. ഓക്കെ, D for ഡോഴ്സൽ. അപ്പോൾ അങ്ങനെ T1 to T12 ഓർ D1 to D12. അപ്പോൾ ഇവരെയാണ് നമ്മൾ തൊറാസിക് വെർട്ടിബ്രകൾ എന്ന് പറയുക. ഓക്കെ, രണ്ടാമത്തെ ഡിവിഷൻ. ഇനി ഈ തൊറാസിക് വെർട്ടിബ്രകൾക്ക് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ തൊറാസിക് വെർട്ടിബ്രകളാണ് നമ്മുടെ റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അതായത് ഓരോ തൊറാസിക് വെർട്ടിബ്രയുമാണ് റിബുകൾക്ക്, നമുക്കറിയാലോ ഒരു 12 പെയർസ് ഓഫ് റിബ്സ് ഉണ്ട് നമുക്ക്. ഈ 12 തൊറാസിക് വെർട്ടിബ്രകൾ ഉള്ളതുപോലെ തന്നെ 12 പെയർസ് ഓഫ് റിബ്സ് ഉണ്ട് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത്. കാരണം തൊറാസിക് എന്ന പേര് വന്നത് തന്നെ എന്തുകൊണ്ടാണ്? ചെസ്റ്റിൻ്റെ ഭാഗത്ത്, ചെസ്റ്റിൻ്റെ പുറകു ഭാഗത്ത് വരുന്ന വെർട്ടിബ്രകളായതുകൊണ്ടാണ് ചെസ്റ്റിൻ്റെ പേര്. തൊറാസിക് എന്ന് പറഞ്ഞാൽ പെർട്ടൈനിങ് ടു അല്ലെ റിലേറ്റഡ് ടു ചെസ്റ്റ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന വെർട്ടിബ്രകൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി റിബ്സുമായിട്ടും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് T1ൻ്റെ ഇരുവശത്തു നിന്നാണ് നമ്മുടെ ഫസ്റ്റ് പെയർ ഓഫ് റിബ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഒരെണ്ണം റൈറ്റിലേക്ക് പോകുന്നു, ഒരെണ്ണം ലെഫ്റ്റിലേക്ക് പോകുന്നു. അതേപോലെ T2ൻ്റെ ഇരുവശത്തു നിന്നുമായിരിക്കും സെക്കൻഡ് പെയർ വരിക. അപ്പോൾ അങ്ങനെ 12ാമത്തെ പെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? T12, ലാസ്റ്റത്തെ തൊറാസിക് വെർട്ടിബ്രയുടെ ഇരുവശത്തു നിന്നായിരിക്കും നമ്മുടെ 12ാമത്തെ പെയർ, ഒരെണ്ണം റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കും. ആ 12ാമത്തെ പെയർ ഓഫ് റിബ്സ് T12 എന്ന്. അപ്പോൾ അങ്ങനെ ഓരോ തൊറാസിക് വെർട്ടിബ്രയുടെയും ഇരുവശത്തു നിന്നുമാണ് ഓരോ പെയർ ഓഫ് റിബും, ഒരു പെയർ എന്ന് വെച്ചാൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമായിട്ട് വരിക. അപ്പോൾ ഇവരാണ് പിന്നീട് നമ്മുടെ റിബ് കേജ് ആയിട്ട് മാറുന്നത്. ഇവർ ഫ്രണ്ടിലേക്ക് വന്ന് ഇവിടെ സ്റ്റേർണം എന്ന് പറയുന്ന ബോണുമായിട്ട് റിബ്സ് അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഇത് ശരിക്കും ഒരു റിബ് കേജ് ആയിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭിത്തി മാറുന്നത്, ചെസ്റ്റ് വാൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ തൊറാസിക് വെർട്ടിബ്രകൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ D1 എന്നും പറയും, D1 to D12 അല്ലെങ്കിൽ T1 to T12. ഓക്കെ, അപ്പോൾ സെർവൈക്കലിൻ്റെ അർത്ഥം വെർട്ടിബ്രേ ഓഫ് നെക്ക് എന്നാണ്. ഇവർ വെർട്ടിബ്രേ ഓഫ് ദ ചെസ്റ്റ് എന്ന് പറയും. ഓക്കെ, തൊറാസിക്. ഇനി മൂന്നാമത്തെ സെഗ്മെൻ്റ് ആണ്, ഇതാ നിങ്ങൾക്ക് കാണാം, ലംബാർ എന്നാണ് പറയുക. L1 തൊട്ട് L5 വരെ വരുന്ന 5 സെഗ്മെൻറ്റുകൾ വരുന്നതാണ് ലംബാർ. ഈ ലംബാർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേസ്റ്റ് അല്ലെങ്കിൽ ലോയിൻ എന്നാണ്. വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് WAIST ആണ് കേട്ടോ. നമ്മൾ അരക്കെട്ട് എന്നൊക്കെ പറയില്ലേ, വേസ്റ്റ്, WAIST. സോ ഈ വേസ്റ്റ് അല്ലെങ്കിൽ ലോയിൻ എന്ന അതിനെ സംബന്ധിക്കുന്ന വേർഡാണ് ലംബാർ. ഈ വേസ്റ്റ് അല്ലെങ്കിൽ ലോയിൻ എന്ന് പറയുന്നതിന് ഒരു അർത്ഥമുണ്ട്. നമ്മുടെ ഈ ഒരു മിഡിൽ പോർഷൻ ഓഫ് ദ ബോഡി ഉണ്ടല്ലോ, ട്രങ്കിൻ്റെ തന്നെ ഒരു നടുഭാഗം, അതായത് നമ്മുടെ റിബ്സിൻ്റെ താഴെയും നമ്മുടെ ഹിപ്പിൻ്റെ മുകളിലും, അതായത് റിബ്സിൻ്റെയും ഹിപ്പിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ശരിക്കും വേസ്റ്റ് എന്ന് പറയുക. ഓക്കെ, റിബ്സിൻ്റെ താഴെയുമാണ്, റിബ്സിൻ്റെ ഭാഗം വീതി കൂടിയ ഭാഗമാണ്. അതുപോലെ ഹിപ്പ് അല്ലെങ്കിൽ പെൽവിസിൻ്റെ ഭാഗം കുറച്ച് വീതി കൂടിയതാണ്. അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ള ഒരു കുറച്ച് വീതി കുറഞ്ഞ ഒരു ബോഡിയുടെ ഒരു ഭാഗത്തിനെയാണ് നമ്മളെപ്പോഴും വേസ്റ്റ് അല്ലെങ്കിൽ ലോയിൻ, LOIN എന്ന് പറയും. അപ്പോൾ അതിനെ സംബന്ധിക്കുന്നതാണ് എപ്പോഴും ലംബാർ എന്ന് പറയുന്നത്, പെർട്ടൈനിങ് ടു ദ വേസ്റ്റ് അല്ലെങ്കിൽ ലോയിൻ. അപ്പോൾ അതുപോലെ തന്നെ ഈ വെർട്ടിബ്രകൾ വരുന്നതും എങ്ങനെയാണ്?
നമ്മുടെ തൊറാസിക് വെർട്ടിബ്രകൾക്ക് ശേഷം അതിന് താഴെ, എന്നാൽ ഹിപ്പിൻ്റെ ഭാഗത്ത്, ഹിപ്പ് ബോണിൻ്റെ അവിടെ വരുന്നതാണ് ഈ സേക്രൽ ബോണൊക്കെ. അപ്പോൾ അവിടെ അവരുടെ മുകളിലും, അങ്ങനെ ബിറ്റ്വീൻ റിബ്സ് ആൻഡ് ഹിപ്പ് വരുന്ന സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ലംബാർ എന്ന് പറയുക. ഇവർ 5 വെർട്ടിബ്രകളുണ്ട്, L1 തൊട്ട് L5 വരെ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ ഏറ്റവും സ്റ്റൗട്ടായിട്ടുള്ള, ഏറ്റവും വണ്ണം കൂടിയ, നല്ല എന്താ ബോണി മാസ്സായിട്ടുള്ള, മറ്റുള്ളവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സ്ട്രോങ് വെർട്ടിബ്രകളാണ് ശരിക്കും ലംബാർ. അതെന്താണെന്ന് വെച്ചാൽ, ഈ ലംബാർ ഏരിയയ്ക്കാണ് ശരിക്കും നമ്മുടെ മുകളിലത്തെ ഈ ബോഡിയുടെ അപ്പർ ബോഡി പാർട്ടിൻ്റെ മുഴുവനും വെയിറ്റ് ഒറ്റയ്ക്ക് താങ്ങേണ്ടി വരുന്നവരാണ് എപ്പോഴും ലംബാർ വെർട്ടിബ്രെ. കാരണം നമുക്കറിയാം, ഇപ്പോൾ തൊറാസിക് ഏരിയയിലാണെങ്കിൽ റിബ്സ് ഉണ്ട്, റിബ്സുമായിട്ട് അവർക്ക്, റിബ്സ് സ്റ്റേർണം ഒക്കെ ആയിട്ട് ഇവർക്ക് ആ വെയിറ്റിന് അവർക്ക് കുറച്ചൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇവരൊറ്റയ്ക്ക്, കാരണം ഈ ബോണുകൾക്ക് ആരുമായിട്ടും അറ്റാച്ച്മെൻ്റ് ഇല്ല, അവർക്ക് മുകളിലേക്കും താഴേക്കും മാത്രമേ, മുകളിലാണെങ്കിൽ തൊറാസിക് വെർട്ടിബ്രെ, താഴെ ഈ ഹിപ്പ് ബോൺ, സേക്രം, അവരൊക്കെ ആയിട്ട് മാത്രമേ അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. സോ ഈ ഒരു ഭാഗത്ത് അവർ തന്നെയാണ് ഈ അപ്പർ ബോഡിയുടെ വെയിറ്റ് മുഴുവനും താങ്ങുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും സ്പോണ്ടൈലോസിസ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതും ഈ ഭാഗത്താണ്. അപ്പോൾ ഒരു വൾണറബിൾ പാർട്ടും കൂടിയാണ് ലംബാർ ഏരിയ. ഓക്കെ, എന്നാൽ തന്നെയും ശരിക്കും നേച്ചർ അതിന് വേണ്ടിയിട്ട് ഏറ്റവും വണ്ണം കൂടിയ, അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വെർട്ടിബ്രകളെയാണ് ഈ ലംബാർ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പോലും നമുക്ക് അസുഖങ്ങൾ അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പം അങ്ങനെ 5 ലംബാർ വെർട്ടിബ്രകളാണ് L1 to L5. ഇനി അടുത്ത 2 സെഗ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതൊക്കെയാണ് 7 സെർവൈക്കൽ വെർട്ടിബ്രെ നെക്കിൻ്റെ ഭാഗത്ത്, 12 തൊറാസിക് വെർട്ടിബ്രകളാണ് ചെസ്റ്റിൻ്റെ ഭാഗത്ത് റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ലോയിൻ ഓർ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നതാണ് 5 ലംബാർ വെർട്ടിബ്രെ. അപ്പോൾ ഇപ്പോൾ എത്ര എണ്ണമായി? ടോട്ടൽ 33ൽ 7 + 12 19 പ്ലസ് 5 കൂടി ആകുമ്പോൾ 19 + 5 എത്രയായി? 24. അപ്പോൾ ഇനിയും എത്ര എണ്ണം ബാക്കിയുണ്ട്? ഒരു 9 എണ്ണം കൂടി ബാക്കിയുണ്ട്, എന്നാലല്ലേ 33 ആവുള്ളൂ. 24 പ്ലസ് അല്ലേ 9 ആണ് 33. സോ ആ 9 വെർട്ടിബ്രകളാണ് നിങ്ങൾ ഈ കാണുന്ന സേക്രം ആൻഡ് കോക്സിക്സ്. സേക്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്യൂസ്ഡ് ബോണാണ്. ഉണ്ട്, ഒരു 5 സേക്രൽ വെർട്ടിബ്രെ, അവരിവിടെ ഇതിങ്ങനെ നമ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അത് ഓരോരോ ബോണുകളല്ല. ഇവരെല്ലാം കൂടി നമ്മൾ ഒരു ജനിച്ച് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ വേറെ വേറെ ആയിരിക്കും. പക്ഷേ ആ ഒരു ബോണുകളെല്ലാം ഓസിഫൈ ചെയ്യുന്ന ആ ഒരു പല പല സമയങ്ങളിലാണ്. അപ്പോൾ ഈ സേക്രൽ ബോൺസും പതുക്കെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു അഡൾട്ട് ആകുന്ന സമയത്തേക്ക് ഇവരെപ്പോഴും വേറെ വേറെ ആയിരിക്കില്ല. ഇവർ ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ ബോൺ, ഈ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഹോൾ ബോൺ ശരിക്കും ഒരൊറ്റ ബോണാണ്, ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ദ 5 സേക്രൽ വെർട്ടിബ്രെ. കണ്ടോ, S1 to S5. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഇതിപ്പോൾ നമ്മൾ സൈഡ് വ്യൂ ആയതുകൊണ്ട് നമ്മൾ ട്രയാങ്കിളായിട്ട് കാണാൻ പറ്റാത്തത്. ഞാൻ വേറൊരു പടത്തിൽ നമുക്ക് ബാക്ക് വ്യൂ ആയിട്ടുള്ളൊരു പടം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ ഒരൊറ്റ ബോൺ, സിംഗിൾ ബോൺ ആണ് സേക്രം. സേക്രം എന്ന് പറയും. സേക്രം ഇസ് മെയ്ഡ് ഓഫ് 5, ദ ഫ്യൂഷൻ ഓഫ് 5 സേക്രൽ വെർട്ടിബ്രെ, S1 to S5. അപ്പോൾ ഇതാണ് 4ാമത്തെ ഡിവിഷൻ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് വെർട്ടിബ്രകളായിട്ട് പറയാൻ പറ്റില്ല. ശരിക്കും ഒറ്റ ബോണായിട്ടാണ് സേക്രം എന്ന് പറയുന്ന ഒരു ബോൺ. ഓക്കെ, SACRUM. ഈ സേക്രം ശരിക്കും നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്താണ്. ഹിപ്പിൻ്റെ ബോണുകൾ കൊണ്ട് സറൗണ്ട് ചെയ്യപ്പെട്ട് കാണുന്ന ഒരു ബോണാണ് സേക്രം. ഓക്കെ, അപ്പം അങ്ങനെ സേക്രൽ വെർട്ടിബ്രകൾ എത്ര എണ്ണമാണ്? 5 എണ്ണം. പക്ഷെ അവർ വേറെ വേറെ ആയിട്ടല്ല ഇരിക്കുന്നത്. ഒരു അഡൾട്ടിൽ അവർ ഫ്യൂസ് ചെയ്ത് ഒറ്റ ബോണാണ്. ഇനി ഏറ്റവും അവസാനത്തെ സെഗ്മെൻ്റാണ് കോക്സിക്സ് അല്ലെങ്കിൽ ടെയിൽ ബോൺ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ വെർട്ടിബിൾ കോളം തുടങ്ങുന്നത് സ്കള്ളിൻ്റെ അടിയിൽ നിന്ന് അവസാനിക്കുന്നത് ഈ കോക്സിക്സ് ഓർ ടെയിൽ ബോണിലാണ്. അപ്പോൾ ഈ ടെയിൽ ബോൺ ഓർ കോക്സിക്സ് ശരിക്കും ഒരു ചെറിയ ബോൺ ആണെങ്കിലും അതിനകത്ത് തന്നെയുണ്ട് ഒരു 4 വെർട്ടിബ്രകൾ, കോക്സീജിയൽ വെർട്ടിബ്രകൾ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ 5 സേക്രൽ വെർട്ടിബ്രകൾ യുണൈറ്റ് ചെയ്ത് ഒറ്റ സേക്രം എന്ന് പറയുന്ന ബോൺ ആയതുപോലെ ഇവിടെ ഒരു 4 ചെറിയ പീസസ്, 4 ചെറിയ വെർട്ടിബ്രകൾ, കോക്സീജിയൽ വെർട്ടിബ്രകൾ കൂടിച്ചേർന്ന് ഒറ്റ ഒരു ബോൺ, ഒരു ചെറിയൊരു ബോൺ ആയിട്ട് മാറിയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കോക്സിക്സ് അല്ലെങ്കിൽ ടെയിൽ ബോൺ എന്ന് വിളിക്കുക. ഈ ടെയിൽ ബോൺ തന്നെ ശരിക്കും 4 കോക്സീജിയൽ വെർട്ടിബ്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ വേറെ വേറെ അല്ല കാണുക, ഒറ്റ ബോണായിട്ട്. ആ ഒറ്റ ബോണിൻ്റെ പേരാണ് കോക്സിക്സ്. ഇവിടെ നമ്മൾ സേക്രം എന്ന് പറയുന്നത് പോലെ ദിസ് ഇസ് കോൾഡ് കോക്സിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ 5 ഡിവിഷൻസ്. അപ്പോൾ കോക്സിക്സിൽ 4, സേക്രത്തിൽ 5. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ
24 പ്ലസ് 9 ആവുന്നത് ടോട്ടലി 33 ആവുന്നത്. ഓക്കെ, 7 പ്ലസ് 12 19, 19 പ്ലസ് 5 ലംബാർ വരുമ്പോൾ 24, 24 പ്ലസ് 5 സേക്രൽ വെർട്ടിബ്ര ആവുമ്പോൾ 29 ആയി. പിന്നെ ഒരു 4 കോക്സിജൽ വെർട്ടിബ്രയും കൂടെ ആകുമ്പോൾ 33. അങ്ങനെ 33 വെർട്ടിബ്രകൾ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു കോളമാണ് നമ്മുടെ വെർട്ടിബിൾ കോളം. പക്ഷെ നമ്മൾ ഈ 2 ബോണുകൾ എടുത്ത സേക്രം ആൻഡ് കോക്സിക്സ് എടുത്താൽ ശരിക്കും ഒരു ഒറ്റ ബോണിനെ പോലെയാണ് ഇവർ വരിക, ഒരു സേക്രവും ഒരു കോക്സിക്സും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര സെപ്പറേറ്റ് ബോണുകൾ വെർട്ടിബിൾ കോളത്തിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുള്ളത് 26 സെഗ്മെൻ്റ് എന്നാണ്. ടോട്ടലി 33 വെർട്ടിബ്ര ഉണ്ടെങ്കിലും സെപ്പറേറ്റ് സെഗ്മെൻറ്റുകളായിട്ടുള്ളത് 26. അതായത് 7 സെർവൈക്കൽ പ്ലസ് 12 തൊറാസിക് ആകുമ്പോൾ 19, പിന്നെ 5 ലംബാർ ആകുമ്പോൾ 24 കഴിഞ്ഞാൽ പിന്നെ 25th വൺ ഒറ്റ ബോൺ സേക്രം, ദെൻ 26 എന്ന് പറയുന്നത് ഒരു ബോൺ കോക്സിക്സ്. അപ്പം അങ്ങനെ 26 സെഗ്മെൻറ്റുകളായിട്ടാണ്, സെപ്പറേറ്റ് സെഗ്മെൻറ്റുകളായിട്ടാണ് നമ്മുടെ വെർട്ടിബിൾ കോളം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സൈഡ് വ്യൂവിൽ കാണുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തുകൂടി നമുക്ക് വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സ്പൈനൽ കോളം അല്ലെങ്കിൽ വെർട്ടിബിൾ കോളത്തിൻ്റെ അകത്തുകൂടിയാണ് നമ്മുടെ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. കണ്ടോ, ഈ അതായത് ഈ ഓരോ വെർട്ടിബ്രയ്ക്കും അകത്ത് നമ്മൾ ഇതിൽ കാണാം, നമുക്ക് കണ്ടോ ഓരോ വെർട്ടിബ്ര ഇങ്ങനെ അടുക്കി ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുക. ഈ ഓരോ വെർട്ടിബ്രയുടെയും ഏതാണ്ട് സെൻട്രൽ പാർട്ടിൽ ഒരു ഹോളുണ്ട്, ഒരു ഹോൾ. ഓക്കെ, ആ ഹോൾ എന്താവും ഫൈനലി ഒരു കണ്ടിന്യൂസ് ഒരു ടണലായി മാറും. കാരണം നമ്മൾ ഈ വെർട്ടിബ്രകളെ അടുക്കി വെക്കുമ്പോൾ അവരുടെ നടുക്ക് എല്ലാ വെർട്ടിബ്രയ്ക്കും ഈ പറഞ്ഞൊരു ഹോളുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ നമ്മൾ അടുക്കി വെക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ആ നടുക്കുള്ള ആ ഹോളെല്ലാം കൂടി ചേർന്നിട്ട് ഒരൊറ്റ ടണൽ പോലെ ആയി മാറും. ഈ സ്പൈനൽ കോളത്തിനകത്തൂടി പോകുന്ന ഒരു ടണൽ പോലത്തെ ഒരു സ്പേസ് ആയിട്ട് മാറും. ആ സ്പേസിൽ കൂടി പോകുന്ന നെർവ് ടിഷ്യൂ, അല്ലെ, ഒരു കോളം ഓഫ് നെർവ് ടിഷ്യൂവിനെയാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുക. അതാണ് സ്പൈനൽ കോഡും സ്പൈനൽ കോളവും തമ്മിലുള്ള വ്യത്യാസം. സ്പൈനൽ കോളം എന്താണ്? ബോണുകൾ അടുക്കി വെച്ചിരിക്കുന്ന കോളം, ബോണാണ്. എന്നാൽ ആ സ്പൈനൽ കോളത്തിനകത്തുകൂടി ഒരു ടണൽ ലൈക്ക് ക്യാവിറ്റി ഉണ്ട്, അതിന് നമ്മൾ സ്പൈനൽ ക്യാവിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഈ സ്പൈനൽ ക്യാവിറ്റിക്ക് അകത്തുള്ള ആ ഒരു ഇൻറ്റേർണൽ ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്പൈനൽ കോഡിൻ്റെ കണ്ടന്റ് എന്താണ്? അതുണ്ടാക്കിയിരിക്കുന്ന നെർവ് ടിഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളൊരു കോളം ഓഫ് നെർവ് ടിഷ്യൂ, സ്പൈനൽ കോഡ്. അപ്പോൾ ശരിക്കും സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ ബോണി കോളം പുറത്ത് ഉള്ളത്. ഓക്കെ, പിന്നെ സ്പൈനൽ കോഡ് ആക്ച്വലി നമുക്കറിയാമല്ലോ, നമ്മളന്ന് പറഞ്ഞിരുന്നു ഓക്സിപിറ്റൽ ബോണിലുള്ള ഫൊറാമൻ മാഗ്നം വഴിയാണ്. അതായത് നമ്മളിത് ഈ കാണുന്നത് പോൺസും ബ്രെയിനിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗങ്ങളാണ്. ബ്രെയിൻ സ്റ്റെം ആണ് പോൺസ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ് ബ്രെയിനിൻ്റെ ഏറ്റവും അടിയിലത്തെ ഭാഗം. ആ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ് പിന്നീട് ഫൊറാമൻ മാഗ്നത്തിൽ കൂടി ഇവിടെയുള്ള ഓപ്പണിങ്, ഒരു വലിയ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൽ കൂടി താഴേക്ക് സ്പൈനൽ കോഡായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി സ്പൈനൽ കോഡ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മിഡിൽ ഒബ്ലോങ്ങേറ്റഡ് അവിടുന്ന് തുടങ്ങിയാൽ അത് ശരിക്കും സെക്കൻഡ് ലംബാർ വെർട്ടിബ്ര വരെ ഇതുള്ളൂ. നമുക്കിവിടെ കാണാം ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പൈനൽ കോഡിനെ, അതായത് ആ സെക്കൻഡ് ലംബാർ വെർട്ടിബ്രയുടെ തൊട്ട് മുകളിലായിട്ട് അവസാനിക്കുന്ന സ്പൈനൽ കോഡിൻ്റെ ഒരു വീതി കുറഞ്ഞ ഭാഗത്തിനെയാണ് നമ്മൾ കോണസ് മെഡുലാരിസ് എന്ന് പറയും. എന്താ പറയുക, ഒരു നാരോ ടിപ്പ് ഓഫ് ദ സ്പൈനൽ കോഡ് എന്ന് പറയാം. അതാണ് കോണസ് മെഡുലാരിസ്. ഈ L2 ശേഷം നമുക്കിവിടെ സ്പൈനൽ കോഡിനെ കാണാൻ പറ്റില്ല, മെനിഞ്ചസ് മാത്രമേ ഉള്ളൂ. സ്പൈനൽ കോഡ് അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് സ്പൈനൽ കോഡിൻ്റെ അറ്റത്തുനിന്ന് വരുന്ന കുറേ നെർവുകൾ ഉണ്ട്, അവരെയാണ് നമ്മൾ കോഡ ഇക്വിന എന്ന് പറയുക. കോഡ ഇക്വിന എന്ന് പറഞ്ഞ പേരുള്ള കോഡ ഇക്വിനയുടെ അർത്ഥം തന്നെ ഒരു ഹോഴ്സ് ടെയിൽ എന്നാണ്, ഒരു കുതിരയുടെ വാല് പോലെ ഉള്ള കുറേ, അതായത് സ്പൈനൽ കോഡിൻ്റെ അറ്റത്തുനിന്ന് വരുന്ന ഒരു കുതിരയുടെ വാൽ എങ്ങനെയാണോ വരുന്നത്, കുറേ നാരുകൾ പോലെ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് അവസാനിച്ചതിന് ശേഷം കുറേ നെർവ് ഫൈബേഴ്സ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ആ നെർവ് ഫൈബേഴ്സ് ദേ ലുക്ക് ലൈക്ക് ഹോഴ്സ് ടെയിൽ. അപ്പോൾ അവരെയാണ് കോഡ ഇക്വിന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ 3 സെഗ്മെൻറ്റ്സിലാണ് ഇങ്ങനെ സെപ്പറേറ്റ് വെർട്ടിബ്രകൾ ഉള്ളത്. ബാക്കി നമുക്കറിയാം സേക്രം ആൻഡ് കോക്സിക്സ് ഫ്യൂസ്ഡ് ആണ്. സോ ഈ ആദ്യത്തെ 3 സെക്ഷൻസ് ഓഫ് വെർട്ടിബ്രകളിലും ഇങ്ങനെ സെപ്പറേറ്റ് വെർട്ടിബ്ര, അതുകൊണ്ടാണല്ലോ ഇവർക്ക് നമ്പർ ഉള്ളത്. ഇപ്പോൾ C1, C2, C3, T1, T2, T3 അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഓരോ അടുത്തടുത്തുള്ള വെർട്ടിബ്രകളുടെ ഇടയിലും
നിങ്ങൾക്ക് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടിലേജിനസ് പ്ലേറ്റ് കാണാം, ഒരു പരന്ന പ്ലേറ്റ് നിങ്ങൾക്ക് കാണാം. ആ പ്ലേറ്റാണ് ശരിക്കും രണ്ട് വെർട്ടിബ്രകളുടെ ഇടയിലുള്ള ജോയിൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ L4നും L5നും ഇടയ്ക്ക് ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് അവിടെ ഇരിക്കുന്നത് ഒരു കുഷ്യനിങ് പോലെയാണ്. ഇവർക്ക് തമ്മിൽ വളരെ ഈസി ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ ഇവരെ അനുവദിക്കാനായിട്ടാണ് നമ്മൾ ഈ നടുക്കുള്ള ഒരു ഡിസ്ക്, രണ്ട് വെർട്ടിബ്രകളുടെ ഇടയിലുള്ള ഡിസ്ക് ഉണ്ട്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ ശരിക്കും എന്താണ്? കാർട്ടിലേജ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർട്ടിലേജിനസ് ഡിസ്ക് എപ്പോഴും ഈ പറഞ്ഞ ആദ്യത്തെ 3 ഡിവിഷൻസിലുള്ള അടുത്തടുത്തുള്ള ഓരോ ഈ രണ്ട് വെർട്ടിബ്രകളുടെ ഇടയിലും നിങ്ങൾക്ക് ഈ ഡിസ്ക് കാണാം. അപ്പോൾ ഡിസ്കിനെ നമ്മൾ എപ്പോഴും വിളിക്കുക, ഇപ്പോൾ ഇവർക്കൊക്കെ നമ്പർ ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു ഡിസ്കിന് ഒരു ഇഷ്യൂ ഉണ്ട്, ഏത് ഡിസ്കിനാണെന്ന് ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാണ് ആ ഡിസ്കിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുക? ഇപ്പോൾ L1നും L2നും ഇടയ്ക്കുള്ള ഡിസ്കിനാണ് പ്രശ്നമെങ്കിൽ നമ്മൾ പറയും ദ ഡിസ്ക്, അല്ലേ, L1 L2, ഡിസ്ക് ബിറ്റ്വീൻ ദ L1 ആൻഡ് L2, അല്ലേ. അപ്പോൾ രണ്ട് വെർട്ടിബ്രകളെ പറഞ്ഞാലേ നമുക്ക് ഡിസ്കിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ C4 ആൻഡ് C5 എന്ന് പറഞ്ഞൊരു ഡിസ്കിനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഡിസ്ക് വിച്ച് ഇസ് ബിറ്റ്വീൻ ദ 4th ആൻഡ് 5th cervical vertebrae. അപ്പോൾ ഇതാണ് ഡിസ്കിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാലോ, ഡിസ്ക് സ്ലിപ്പ് ചെയ്യുന്നതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്ക്. ഡിസ്ക് ആക്ച്വലി എന്താണ്? ഒരു കാർട്ടിലേജിൻ്റെ ഒരു പ്ലേറ്റ് വിച്ച് ഇസ് ബിറ്റ്വീൻ എവറി 2 അഡ്ജസൻറ്റ് വെർട്ടിബ്രേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ പറയാനുള്ളത്. ദെൻ ഈ ക്ലീവസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഓഫ് സ്കള്ളിലുള്ള ഒരു ഭാഗം കൂടിയാണ്. അത് ഞാനിവിടെ പറയുന്നില്ല, ഇവിടെ ലേബിൾ ചെയ്തതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പിക്ചർ കൂടി നോക്കാം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ തന്നെ മറ്റൊരു പിക്ചർ, ഒരു പോസ്റ്റീരിയർ വ്യൂ, ഒരു ബാക്ക് വ്യൂ ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്കള്ളിൻ്റെ പുറകു ഭാഗം കാണാം. പോസ്റ്റീരിയർ വ്യൂ ആണ്. ഒരു പുറകിൽ നിന്ന് നമ്മളിപ്പോൾ ഒരാളുടെ പുറകിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വെർട്ടിബ്രൽ കോളം കാണുക. അതായത് നമ്മൾ ഈ കാണുന്നതാണ് 7 സെർവൈക്കൽ വെർട്ടിബ്രേ. ഇത്രയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിബ്സുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന 12 തൊറാസിക് വെർട്ടിബ്രേ. പിന്നെ 5 ലംബാർ വെർട്ടിബ്രകൾ. ഓക്കെ, 1 2 3 4 5. പിന്നെ ലംബാർ കഴിഞ്ഞാൽ ആരാണ് വരിക? സേക്രം. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്യൂസ് ചെയ്തിരിക്കുന്നത് 5 സേക്രൽ വെർട്ടിബ്രകൾ ഫ്യൂസ് ചെയ്തിരിക്കുന്ന സേക്രം എന്ന് പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോൺ കണ്ടോ, ഇതാണ് സേക്രം. എന്നിട്ട് ആ സേക്രത്തിൻ്റെ ടിപ്പിലായിട്ടാണ് ടെയിൽ ബോൺ അല്ലെങ്കിൽ കോക്സിക്സ്. ഇതാണ് 4 കോക്സീജിയൽ ബോണുകൾ കൂടി ചേർന്നുണ്ടായിരിക്കുന്ന നമ്മുടെ ടെയിൽ ബോൺ അല്ലെങ്കിൽ കോക്സിക്സ് കണ്ടോ. അപ്പോൾ ഈ ഒരു പോസ്റ്റീരിയർ വ്യൂ, ഒരു ബാക്ക് വ്യൂവിൽ നിങ്ങൾക്ക് ഇവരെ ഇങ്ങനെ കാണാം കണ്ടോ. സെർവൈക്കൽ, പിന്നെ തൊറാസിക്, പിന്നെ ലംബാർ, ദെൻ സേക്രം ആൻഡ് ദെൻ കോക്സിക്സ്. ഇനി ഈ സേക്രത്തിനെ നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയുന്നത്. ഹിപ്പ് ബോൺ ആണ് ഈ കാണുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു പെയർഡ് ആയിട്ടുള്ള ഒരേപോലെ ഇരിക്കുന്ന രണ്ട് സെറ്റ് ബോൺ. 2 സെറ്റല്ല, ആക്ച്വലി 3 സെറ്റാണ്. അത് നമുക്ക് പെൽവിസ് പഠിക്കുമ്പോൾ ഇനിയും പഠിക്കാം. പക്ഷേ ഈ പെൽവിസിൻ്റെ നടുക്കായിട്ടാണ് ആര് വരിക? സേക്രം വരിക ഉണ്ടോ. ഈ 2 ബോണുകൾ, ഇലിയം എന്ന് പറയുന്ന 2 ബോണുകളാണ് പെൽവിസിൻ്റെ. അപ്പോൾ ഇവരുമായിട്ടാണ് സേക്രം ശരിക്കും ജോയിൻ ചെയ്യുന്നത് ഉണ്ടോ. സേക്രം ഒന്നേ ഉള്ളൂ, പക്ഷേ ഈ ഇലിയം എന്ന് പറയുന്ന ഈ ഒരു ബോണുമായിട്ടും ഈ ബോണുമായിട്ടും അത് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പെൽവിസിൻ്റെ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഒരു നടുക്കായിട്ടാണ് നമ്മുടെ സേക്രം ഫൈനലി ഇരിക്കുക. അപ്പോൾ സേക്രം ഫൈനലി ബിക്കംസ് എ പാർട്ട് ഓഫ് ദ പെൽവിസ് അല്ലെങ്കിൽ ഹിപ്പ്. മാത്രമല്ല കോക്സിക്സും അതിൻ്റെ ടിപ്പിലായിട്ട്, സേക്രത്തിൻ്റെ ടിപ്പിലായിട്ട് കോക്സിക്സും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ബാക്ക് വ്യൂ ഓഫ് നമ്മുടെ വെർട്ടിബ്രൽ കോളം കാണാൻ പറ്റുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റിബ്സും കാണാം. 12 തൊറാസിക് വെർട്ടിബ്രകൾ ഉണ്ട്. ഓരോ തൊറാസിക് വെർട്ടിബ്രയുടെയും ഇരുവശത്തു നിന്നും ഓരോ റിബ് വരും. അപ്പോൾ അവരെയാണ് നമ്മൾ ഒരു പെയർ എന്ന് പറയുക. ദ ഫസ്റ്റ് പെയർ കണ്ടോ, സെക്കൻഡ് പെയർ, തേർഡ് പെയർ, തേർഡ് വെർട്ടിബ്രയുടെ അവിടെ നിന്നാണ്, തേർഡ് തൊറാസിക് വെർട്ടിബ്രയുടെ അവിടെ നിന്നാണ് തേർഡ് പെയർ വരെ. അപ്പോൾ ഇങ്ങനെയാണ് റിബ്സുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇവരാണ്. പിന്നെ ലംബാർ വെർട്ടിബ്രയാണ് ഏറ്റവും വണ്ണമുള്ള വെർട്ടിബ്രകൾ എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കണ്ടോ. ഈ സെർവൈക്കൽ വെർട്ടിബ്രകളും ലംബാർ വെർട്ടിബ്രയും എപ്പോഴും ദേ സ്റ്റാൻഡ് എലോൺ കണ്ടോ. അവർക്ക് വേറെ സപ്പോർട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വൾണറബിൾ പാർട്ട്, ഏറ്റവും ഡിസീസസ് വരുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ലംബാർ ഏരിയ. രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ നെക്കിന്. നിങ്ങൾക്കറിയാലോ, നെക്കിൽ നമ്മൾ സെർവൈക്കൽ കോളറൊക്കെ ഇടാറില്ലേ, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഒക്കെ. അപ്പോൾ ഇവിടെയും വേറെ സപ്പോർട്ടൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് സെർവൈക്കൽ വെർട്ടിബ്രയ്ക്കും കുറച്ചുകൂടി ഒരു ഡിസീസസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പിക്ചറും കൂടി കാണാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ വെർട്ടിബ്രയുടെ ഒരു സിംഗിൾ വെർട്ടിബ്ര എങ്ങനെ ഇരിക്കുമെന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ വെർട്ടിബ്രയുടെ കോളമായിട്ടാണല്ലോ കണ്ടത് അല്ലേ, അടുക്കായിട്ട്. ഇനി നമുക്കൊരു സിംഗിൾ വെർട്ടിബ്ര
എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ഇതാണ് നിങ്ങൾ ഒരു സിംഗിൾ വെർട്ടിബ്ര, ഇതാണ് നമ്മളിപ്പോൾ മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെർട്ടിബ്ര ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ഒരു സുപ്പീരിയർ വ്യൂ ആണെന്ന് വിചാരിച്ചോളൂ. ഒരു മുകളിൽ നിന്ന് നമ്മളൊരു വെർട്ടിബ്ര വെച്ചിട്ട് വെർട്ടിബിൾ കോളത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ മുകളിൽ നിന്ന് വ്യൂ ചെയ്യുന്നു, സുപ്പീരിയർ ഒരു വ്യൂ ആണിത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാം ഒരു വെർട്ടിബിൾ കോളത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ കണ്ടോ, ഈ ഒരു ഏരിയ ആണ് അതിൻ്റെ പുറകു ഭാഗം. കണ്ടോ, ഇത് ഫ്രണ്ട് ഭാഗം, അതാണ് ആൻറ്റീരിയർ എന്നും ഇവിടെ പോസ്റ്റീരിയർ എന്നും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് ഏരിയ ആണ് ആൻറ്റീരിയർ, ബാക്ക് ഏരിയ ആണ് പോസ്റ്റീരിയർ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് നമ്മളൊരു വെർട്ടിബിൾ കോളത്തിൽ വെക്കുക. ഓക്കെ, ഇപ്പോൾ ഒരാളുടെ ബാക്ക് ആയിരിക്കും നമ്മൾ ഇവിടെ കാണുക. കണ്ടോ, ബാക്കിലേക്ക് ഇരിക്കുന്ന ഭാഗം ഇതാണ്, ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന ഭാഗം വെർട്ടിബ്രയുടെ ഭാഗം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് വെർട്ടിബ്രയെ തന്നെ രണ്ട് ഡിവിഷൻസ് ആയിട്ട് പറയാം. ഒരു പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്, ഇത്രയും ഏരിയ വരുന്ന ഒരു പോസ്റ്റീരിയർ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയും. കണ്ടോ, ആർച്ച് ഓഫ് ദ വെർട്ടിബ്രൽ ആർച്ച്. ഇത്രയും ഏരിയ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹാഫ് ആക്കിയാൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു ഹാഫ്, ഇവിടെ ഇതൊരു പകുതി അങ്ങനെ ആക്കിയാൽ ഈ പോസ്റ്റീരിയർ ഹാഫിനെയാണ് നമ്മൾ ആർച്ച് എന്ന് പറയും. ഈ ആൻറ്റീരിയർ ആയിട്ടുള്ള ഹാഫിനെ കണ്ടോ, ഒരു റൗണ്ട് ആയിട്ടുള്ള ബോണിൻ്റെ ഒരു കഷ്ണം പോലെ ഇരിക്കുന്നത്, ഇതിനെ നമ്മൾ ബോഡി എന്നും പറയും. അപ്പോൾ ശരിക്കും ഒരു സിംഗിൾ വെർട്ടിബ്രയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? ഒരു പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്, കുറച്ചിങ്ങനെ പ്രൊജക്ഷനുകളൊക്കെ ഉള്ള ഒരു പോസ്റ്റീരിയർ സെഗ്മെൻ്റ് ആണ് ആർച്ച് ഓഫ് ദ വെർട്ടിബ്ര. ആൻഡ് ഒരു റൗണ്ടായിട്ട് ബോണി ആയിട്ടുള്ള, ശരിക്കും ബോൺ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു റൗണ്ട് പോർഷനെയാണ് നമ്മൾ വെർട്ടിബ്രൽ ബോഡി എന്ന് പറയാം, സെൻട്രം എന്നും പറയും, ബോഡി. ഉണ്ടോ, അപ്പോൾ ഇത് ബോഡി, ആൻറ്റീരിയർ പാർട്ടിൽ പുറകു ഭാഗത്തുള്ളത് ആർച്ച്. ഇനി ഈ ബോഡീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു വെർട്ടിബ്ര ഉണ്ടാവും. ഈ ബോഡി ഓഫ് വെർട്ടിബ്ര എന്തായാലും തൊട്ട് മുകളിലിരിക്കുന്ന അടുത്ത ഒരു വെർട്ടിബ്രയുമായിട്ടായിരിക്കും അത് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ഡിസ്ക് വരുന്നത്. കണ്ടോ, ഡിസ്ക് ഇരിക്കുന്നത് ആക്ച്വലി ഇവിടെയാണ്. ഈ ഡിസ്കിൽ കൂടിയാണ് ഈ വെർട്ടിബ്രയുടെ ബോഡി തൊട്ട് മുകളിലിരിക്കുന്ന വെർട്ടിബ്രയുടെ ബോഡിയുമായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതിൻ്റെ താഴെയും ഒരു വെർട്ടിബ്ര ഉണ്ടാവും. ആ വെർട്ടിബ്രയുടെ ബോഡിയുമായിട്ടായിരിക്കും ഇത് താഴെ ഫ്യൂസ് ചെയ്യുക. അപ്പോൾ മുകളിലും താഴെയും ഓരോ വെർട്ടിബ്രയ്ക്കും അതിൻ്റെ ബോഡികൾ എന്ത് ചെയ്യുന്നു, മുകളിലും താഴെയുമുള്ള വെർട്ടിബ്രകളുടെ ബോഡിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതെങ്ങനെയായിരിക്കും? ഇവിടെയും ഒരു കാർട്ടിലേജിനസ് ഡിസ്ക് പ്ലേറ്റ്, നമ്മുടെ ഡിസ്ക് ഉണ്ടാവും, ഇതിൻ്റെ താഴെയും ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ ആക്ച്വലി ഡിസ്ക് വരുന്നത് എവിടെയാണ്? വെർട്ടിബ്രൽ ബോഡികളുടെ ഇടയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ഓൾമോസ്റ്റ് ഒരു സർക്കിൾ ലൈക്ക് ഷേപ്പും വരുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് അടുത്ത വെർട്ടിബ്രകൾ, മുകളിലും താഴെയുള്ള വെർട്ടിബ്രകളുമായിട്ട് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനാണ് നമ്മൾ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് സഹായിക്കുക. ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് എന്നാണ് പറയുക, കാരണം രണ്ട് വെർട്ടിബ്രകളുടെ ഇടയിൽ വരുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ക് ഇരിക്കുന്ന സ്ഥലം ശരിക്കും ബോഡിയാണ്. ഓക്കെ, ഇനി നമുക്ക് ആർച്ചിൻ്റെ കാര്യം നോക്കാം. ആർച്ചിനാണ് കുറച്ച് കൂടുതൽ ഭാഗങ്ങളൊക്കെ ഉള്ളത്. ആർച്ചിന് പ്രധാനമായിട്ടുള്ളത് കണ്ടോ, ഒരു 3 പ്രൊജക്ഷൻസ് ആണ്. കണ്ടോ, ഒരു നടുക്കുള്ള ഒരു സെൻട്രലായിട്ട് വരുന്ന പ്രൊജക്ഷനെയാണ് നമ്മൾ സ്പൈനസ് പ്രോസസ് എന്ന് പറയും. അതായത് നമ്മൾ ബാക്കിലൊക്കെ നമുക്ക് ഇത് ബാക്ക് ഓഫ് ദ ബോഡിയാണ് ശരിക്കും. ആ ബാക്കിൽ നമുക്ക് നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതാണ് ഈ സ്പൈനസ് പ്രോസസ്, നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു കൂർത്ത ഒരു പ്രോമിനൻസ്. അപ്പോൾ അതാണ് സ്പൈനസ് പ്രോസസ്. ഇവർ സൈഡിലേക്ക് നിൽക്കുന്ന 2 പ്രൊജക്ഷൻസിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറയും. കണ്ടോ, ഒരെണ്ണം ഇങ്ങോട്ട് റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കുമായിട്ട് 2 പ്രൊജക്ഷൻസ് ആണ് ട്രാൻസ്വേഴ്സ്. അപ്പോൾ ആർച്ചിന് 3 പ്രോസസ്സുകളുണ്ട്. ഒരു സെൻട്രലി വരുന്ന സ്പൈനസ് പ്രോസസ്സും ഒരു ലാറ്ററലി വരുന്ന 2 ട്രാൻസ്വേഴ്സ് പ്രോസസ്സ്, ഇതും അതുപോലെ ഇതും. ഇനി ഇവരുടെ ഇടയ്ക്കുള്ള ഭാഗം, അതായത് ഒരു സ്പൈനസ് പ്രോസസ്സിനും അതേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിനും ഇടയ്ക്കുള്ള ഭാഗത്തിനെയാണ് ലാമിന എന്ന് പറയും. ഈ ഒരു ഏരിയ കണ്ടോ, ആർച്ചിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ലാമിന. അപ്പോൾ ഇവിടെയും ഒരു ലാമിനയുണ്ട്, ഇവിടെയും ലാമിനയുണ്ട്. ഉണ്ടോ, അതായത് സ്പൈനസ് പ്രോസസ്സിനും ട്രാൻസ്വേഴ്സ് പ്രോസസ്സിനും ഇടയ്ക്കുള്ള ഭാഗത്തിനെയാണ് ലാമിന എന്ന് പറയുക. അപ്പോൾ ഒരു വെർട്ടിബ്രയ്ക്ക് 2 ലാമിനകൾ ഉണ്ടാവും ഓൺ ഐദർ സൈഡ് ഓഫ് ദ സ്പൈനസ് പ്രോസസ്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ബോഡിയും ആർച്ചുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ പെഡിക്കിൾ എന്ന് പറയും. ഇവിടെ ഒരു ഏരിയ കാണാം, പെഡിക്കിൾ. കണ്ടോ, ഇവിടെയാണ് ശരിക്കും ആ ആർച്ചും ബോഡിയുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പെഡിക്കിളുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഈ സുപ്പീരിയർ ആർട്ടിക്കുലർ ഫേസറ്റ്, സുപ്പീരിയർ ആർട്ടിക്കുലർ പ്രോസസ്, ഇതൊക്കെ ശരിക്കും ഈ വെർട്ടിബ്രയുടെ മുകളിലിരിക്കുന്ന വെർട്ടിബ്രയുമായിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ്.
അപ്പോൾ അതിനുള്ള ഫേസെറ്റ് എന്ന് പറയുന്ന ഒരു കുഴി പോലെ ഒരു ഭാഗം തൊട്ട് മുകളിലുള്ള വെർട്ടിബ്രമായിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ് സുപ്പീരിയർ ആർട്ടിക്കുലർ ഫേസെറ്റ്, അതുപോലെ പ്രോസസ്. ഈ ഫേസെറ്റാണ് അതുമായിട്ട് ജോയിൻ ചെയ്യുക. മുകളിലിരിക്കുന്ന വെർട്ടിബ്രയ്ക്കും ഉണ്ടാവും ഇതേപോലെ ഇൻഫീരിയർ ആർട്ടിക്കുലർ ഫേസെറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ ഫൈനലി ഓക്കെ ഇതാ ഈ ഒരു ഓപ്പണിംഗ് കാണാം നിങ്ങൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ വെർട്ടിബ്രയ്ക്കും നടുക്കൊരു ഹോൾ ഉണ്ട്. അതാണ് പിന്നീട് വെർട്ടിബ്രകളെ ഒന്നിനു മേലെ ഒന്നായിട്ട് വെക്കുമ്പോൾ ഒരു ടണൽ പോലെ ആവുന്നത്. കണ്ടോ, ഈ ഹോളാണ് ശരിക്കും എന്താ കണ്ടോ ന്യൂറൽ കനാൽ അല്ലെങ്കിൽ വെർട്ടിബ്രൽ ഫൊറാമൻ, ന്യൂറൽ ഫൊറാമൻ എന്നൊക്കെ പറയും. കാരണം നമുക്ക് അറിയാമല്ലോ ഇതിൽ കൂടിയാണ് സ്പൈനൽ കോഡ് കടന്നു പോവുക. അപ്പോൾ സ്പൈനൽ കോഡിന് കടന്നു പോകാൻ ഓരോ വെർട്ടിബ്രയിലും ഒരു ഹോൾ ഉണ്ട്. അതെവിടെയാണ് വരിക എന്ന് വെച്ചാൽ ബോഡിക്കും ആർച്ചിനും ഇടയ്ക്കാണ്. കണ്ടോ, രണ്ടിൻ്റെയും ഭാഗങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആർച്ചിൻ്റെ, അതായത് നമ്മുടെ ഈ ന്യൂറൽ ഫൊറാമൻ്റെ പുറകു ഭാഗത്ത് ആർച്ചായിരിക്കും, ഫ്രണ്ട് ഭാഗത്ത് ബോഡി. അപ്പോൾ അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ബോഡിക്കും ആർച്ചിനും ഇടയ്ക്കുള്ള ഒരു ഹോളിനെയാണ്, ഒരു ഓപ്പണിങ്ങിനെയാണ് വെർട്ടിബ്രൽ ഫൊറാമൻ അല്ലെങ്കിൽ ന്യൂറൽ ഫൊറാമൻ അല്ലെങ്കിൽ ന്യൂറൽ കനാൽ, ഇങ്ങനെയുള്ള പല പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഇതിൽ കൂടിയാണ് സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു സിംഗിൾ വെർട്ടിബ്രയുടെ, ഒരു ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ ഭാഗമായിട്ട് വരുന്നത്. അതായത് നമുക്കറിയാം, അതായത് വെർട്ടിബ്രകൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ടിപ്പിക്കൽ വെർട്ടിബ്രയാണ് ഈ പറഞ്ഞത്. ശരിക്കും എല്ലാ വെർട്ടിബ്രകളും ഒരുപോലെ, ഇപ്പോൾ സെർവൈക്കൽ വെർട്ടിബ്ര പോലെ ആയിരിക്കില്ല ലംബാർ പോലെ ആയിരിക്കില്ല തൊറാസിക്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു കൃത്യമായിട്ടൊരു ടിപ്പിക്കൽ വെർട്ടിബ്ര എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഇതുപോലെയല്ല എല്ലാ വെർട്ടിബ്രകളും ഇരിക്കുന്നത്. പക്ഷേ ഇവർക്കൊക്കെയും കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ആർച്ച്, ഇത്രയും ഭാഗം ആർച്ചും അതുപോലെ ഈ റൗണ്ട് ഏരിയ ബോഡിയും. ഓക്കെ, പിന്നെ ആർച്ചിനും ബോഡിക്കും ഇടയ്ക്ക് ന്യൂറൽ കനാൽ അല്ലെങ്കിൽ വെർട്ടിബ്രൽ ഫൊറാമൻ ഉണ്ട് സ്പൈനൽ കോഡിന് പോകാൻ. പിന്നെ ആർച്ചിനാണെങ്കിൽ 3 പ്രൊജക്ഷൻ ഉണ്ട്, ഒരു സ്പൈനസ് പ്രോസസ്സും 2 ട്രാൻസ്വേഴ്സ് പ്രോസസ്സും. പിന്നെ അതുപോലെ സ്പൈനസിനും ട്രാൻസ്വേഴ്സിനും ഇടയ്ക്ക് ലാമിന, അതുപോലെ ബോഡിക്കും ആർച്ചിനും ഇടയ്ക്ക് ഒരു പെഡിക്കിൾ, അതുപോലെ ഈ ഓപ്പണിങ്. ഓക്കെ, സ്പൈനൽ കോഡിന് പോകാനുള്ള ഓപ്പണിങ്. അപ്പോൾ ഇത്രയുമാണ് ഒരു സിംഗിൾ വെർട്ടിബ്രയുടെ ഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് വെർട്ടിബ്രൽ കോളത്തിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് ആദ്യത്തെ പടങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഡിവിഷൻസൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5 ഡിവിഷൻസ് പഠിക്കണം, അതുപോലെ ഡിസ്ക് എന്താണെന്നുള്ളത് പഠിക്കണം. ഡിസ്ക് എപ്പോഴും നമുക്കറിയാം, ഡിസ്കിൻ്റെ പ്രോബ്ലംസ് എപ്പോഴും വരുന്നതാണ് നമുക്ക്. അപ്പോൾ ഡിസ്കിനെ പറ്റി പഠിക്കണം. പിന്നീട് അതുപോലെ ഡിവിഷൻസിൽ സേക്രം ആൻഡ് കോക്സിക്സ് സെപ്പറേറ്റ് വെർട്ടിബ്രകളല്ല, ഫ്യൂസ്ഡ് ബോൺസ് ആണ്. ബാക്കിയുള്ളവരാണ് ശരിക്കും സെപ്പറേറ്റ് വെർട്ടിബ്ര. ഓക്കെ, സെപ്പറേറ്റ് വെർട്ടിബ്രകളുടെ ഇടയിലാണ് ഡിസ്ക് ഉള്ളത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വേറെ പെൽവിസും അങ്ങനെയുള്ള കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും പിക്ചർ കൂടി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഈ പിക്ചർ കണ്ട് മുഴുവനായും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഓരോ 5 ഡിവിഷൻസും അതുപോലെ അതിൻ്റെ സിംഗിൾ വെർട്ടിബ്രയുടെ പാർട്സൊക്കെ അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ നമുക്കിനി ബാക്കിയുള്ള ബോൺസും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ബോൺസ് ഓഫ് തൊറാക്സ്, അതുപോലെ നമ്മുടെ അപ്പർ ആൻഡ് ലോവർ ലിംസ്, ഹിപ്പ് ബോൺസ്, ഇതൊക്കെയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ അതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് പിക്ചർ വൈസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക, എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻസിൽ പറയുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.